ഒരു ബ്രസീലിയൻ ഗോൾ, ഒരു സൂപ്പർ ഗോൾ തന്നെയാണ് വിനീഷ്യസ് ജൂനിയറുടെ കാലുകളിൽ നിന്ന് പിറന്നത്. ഒരു സാമ്പാ താളം, അല്ലെങ്കിൽ നമ്മൾ സാമ്പാ നൃത്ത ചുവടുകളൊക്കെ എന്നതിനെ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ കൃത്യമായ ട്വിസ്റ്റും ടേണും ഒക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കർവിംഗ് ഷോട്ട്, അത് യാസിൻ ബോണോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഉഗ്രൻ ഗോൾ തന്നെയായിരുന്നു. വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ കുപ്പായത്തിലെ 50-ാം മത്സരമായിരുന്നു ബ്രസീലിനായുള്ള അദ്ദേഹത്തിൻ്റെ 50-ാം മത്സരം. ആ മത്സരത്തിൽ ഗോൾ നേടാനായതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. പക്ഷേ ടീമിന് നിരാശയാണ്, സമനിലയാണ്. അതേസമയം റഹീസ് ഒരു സ്റ്റാറ്റ്സ് പങ്കുവെക്കുന്നുണ്ട്. സമനിലയിലും ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ വേണമെങ്കിൽ പിടിച്ചോ എന്നാണ് പറയുന്നത്. അതായത് സമനിലയിലും ഒരു റെക്കോർഡ് കാത്തിട്ടുണ്ട് ബ്രസീൽ. 21 ലോകകപ്പുകളിലായി ആദ്യ മത്സരത്തിൽ തോറ്റിട്ടില്ല ബ്രസീൽ എന്നുള്ള കണക്കാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ്. നേരത്തെ ഞാനൊരു കണക്ക് പറഞ്ഞിരുന്നു. 1958 ആദ്യമായി ലോകകപ്പ് അടിച്ചത് ആ വർഷത്തിൽ, ആ സീസണിൽ ഇംഗ്ലണ്ടിനോട് ഇതുപോലെ ഒരു സമനിലയിലായിരുന്നു തുടങ്ങിയത്. അന്ന് ലോക ചാമ്പ്യന്മാരായി. അതിനുശേഷം 73-74 ലോകകപ്പുകളിലും ഇതുപോലെ അവരുടെ ഓപ്പണിംഗ് മാച്ചിൽ സമനില നേരിടേണ്ടി വന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഉണ്ണി കൂടി ചേരുന്നുണ്ടോ? ഉണ്ണി, ആരാധകർ കാത്തിരുന്ന റിസൾട്ട് അല്ല, ബ്രസീൽ ആരാധകർ കാത്തിരുന്ന ഒരു റിസൾട്ട് അല്ല. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ മൊത്തത്തിൽ? അല്ല, തീർച്ചയായും വളരെ ആവേശകരമായ മത്സരം തന്നെയായിരുന്നു. എന്തായാലും തുടക്കത്തിൽ വലിയ മുന്നേറ്റങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കാൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞു. പ്രതിരോധ നിരയെ, അതായത് ബ്രസീലിന്റെ പ്രതിരോധ നിരയെല്ലാം തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. തുടക്കം മുതലേ ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയാണ് മൊറോക്കോ പുറത്തെടുത്തതെന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ ഈ മൊറോക്കോയെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും ഒരു കുഞ്ഞൻ രാജ്യം എന്ന രീതിയിലുള്ള വിശേഷണമെല്ലാം നടത്തിയിരുന്നു. പക്ഷേ മൊറോക്കോ അതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കൊണ്ട് ഞങ്ങൾ ശക്തരാണെന്ന് വീണ്ടും തെളിയിക്കുക. കഴിഞ്ഞ ലോകകപ്പിൽ അത് മനസ്സിലായതാണെങ്കിൽ പോലും ഇക്കുറിയും ഈ തുടക്കത്തിൽ തന്നെ അവർ മികച്ച രീതിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്നെ അവർക്ക് ഒരു സമനിലയിലേക്ക് ബ്രസീലിനെ കുരുക്കാനായി കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. ആ 21-ാം മിനിറ്റിലെ ഗോൾ, സൈബാരി നേടിയ ഗോൾ എന്ന് പറയുന്നത് ആദ്യ ശ്രമങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ആക്രമിച്ച് കളിക്കുന്നു, തുടർന്ന് ഗോൾ നേടുന്ന അല്ലെങ്കിൽ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതിന് പിന്നാലെ അവർ തുടർച്ചയായി ഗോൾ വലയിലേക്ക് പന്ത് എത്തിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിരോധം അവിടെ തീർത്തെങ്കിൽ പോലും അതിനെല്ലാം തന്നെ വകഞ്ഞു മാറ്റി വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി മൊറോക്കോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ആ സമയത്ത്, അതായത് 21-ാം മിനിറ്റിന് ശേഷം കണ്ടത്. അതിനിടയിലാണ് വിനീഷ്യസ് ജൂനിയർ വലിയ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ ഒരു ഗോൾ നേടിയതെന്നതാണ് കാണേണ്ടത്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ച് ഈ ഒരു സമനില വഴങ്ങിയെന്നത് വലിയ നിരാശ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അവർ ലോകകപ്പിലെ ആദ്യത്തെ മത്സരമാണ് എങ്കിൽ പോലും അവർക്ക് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് ഈ മത്സരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതേസമയം മൊറോക്കോയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം അവർക്ക് ഈ മത്സരത്തിലുടനീളം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ബ്രസീലിയൻ പ്രതിരോധത്തെ, അല്ലെങ്കിൽ ബ്രസീലിന്റെ എല്ലാ മുന്നേറ്റങ്ങളെയും അവർക്ക് തടയാനായി കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. അവർക്ക് വലിയ രീതിയിൽ തന്നെ മൊറോക്കോ പ്ലേയേഴ്സിന് എല്ലാവർക്കും തന്നെ മികച്ചൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബ്രസീലിനെ പൂർണ്ണമായും ഒരു പിടിച്ചു നിർത്താനായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ മത്സരത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും മൊറോക്കോയെ സംബന്ധിച്ച് അവർ കരുത്തരായി തന്നെ മുന്നോട്ട് പോകും. അവർ നിസ്സാരക്കാരല്ല എന്ന് എഴുതിത്തള്ളാനാകില്ല എന്നത് തന്നെയാണ് ഈ മത്സരത്തിൽ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി ഉണ്ണി. എന്തായാലും ഈ പറഞ്ഞതുപോലെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മോശം റിസൾട്ടാണ്. ഒപ്പം തന്നെ അവരുടെ മുന്നോട്ട് പോക്കിനും വലിയ തിരിച്ചടി, അല്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ ഒരു ജീവൻ മരണ പോരാട്ടങ്ങളായി ഇതോടുകൂടി മാറുകയും ചെയ്യും. 20-ന് ഹെയ്ത്തിക്കെതിരെയാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. അതിനുശേഷം 25-ന് സ്കോട്ട്ലൻഡിനെ നേരിടും. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, കരുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ടീമുകളെയും അനായാസം അടിച്ചിടേണ്ടതാണ്. പക്ഷേ ബ്രസീലിന്റെ സമീപകാലത്തെ പ്രകടനം അങ്ങനെയല്ല. ഇപ്പോൾ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ നിന്ന് റിനു ശ്രീധർ കൂടി ചേരുന്നു. റിനു, നമ്മൾ കണ്ടതാണ് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിരാശയാണ്. മത്സരം തീർന്ന പാടെ എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? അങ്ങ് വടക്കല്ല ഫുട്ബോൾ ആവേശം, ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്തും ഫുട്ബോളിന്റെ വലിയ ആവേശമാണ്. ഞാനുള്ളത് തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹില്ലിലാണ്. ബാർട്ടൺ ഹില്ലിൽ വലിയ സ്ക്രീനൊക്കെ വെച്ച് ഏകദേശം 100-ലധികം ആൾക്കാർ, ഏകദേശം 500ഓളം ആൾക്കാരുടെ ഒരു ആവേശ കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ആരാധകരുണ്ട്. കുട്ടി നെയ്മറൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ബ്രസീലിയൻ ആരാധകരാണെന്ന് തോന്നുന്നു. കളി ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടുത്തിയോ? തീർച്ചയായും. നമ്മൾ പ്രതീക്ഷിച്ച കളി വന്നില്ല. ഇങ്ങനെയല്ല ബ്രസീലില്ല കളി. നമ്മൾ പ്രതീക്ഷയെക്കാട്ടും വളരെ മോശമായി പോയി. കളി പോരാ. ഇതിലും നല്ലപോലെ തിരിച്ചു വരണം. ആദ്യ ഗോൾ എതിരാളികൾ മൊറോക്കോ അടിച്ചു കയറിയെങ്കിൽ പോലും നമ്മൾ അടിക്കടി തിരിച്ചടി എന്നാണ് തിരുവനന്തപുരത്തുകാർ പറയുന്നത്. ആദ്യ പകുതിക്കകം തന്നെ തിരികെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്, അല്ലേ? അതെ അതെ അതെ. പക്ഷേ നെയ്മർ ഇല്ലാത്ത കുറവ് ടീമിനൊരു കുറവ് തന്നെയാണ്. നെയ്മറും കൂടെ വരുമ്പോഴത്തേക്കും ടീം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ സ്ട്രോങ് ആയി കളിക്കും. ഒരു വലിയ ഈ ബാർട്ടൺ ഹിൽ എന്ന് പറയുന്നത് ഫുട്ബോൾ ആയാലും അതുപോലെ തന്നെ ക്രിക്കറ്റ് ആയാലും ലോകകപ്പ് വരുമ്പോൾ വലിയ ആവേശത്തോടു കൂടി അവയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ സംഘാടകർ ഇവിടെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്? വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യണത്. ഇവിടെ
എല്ലാവരും വരും, എല്ലാ ടീമുകാരും ഇവിടെ ഒത്തുകൂടി വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ സൗഹൃദപരമായ അന്തരീക്ഷം ആണ്. എന്നാലും ചെറിയ ചെറിയ വാഗ്തർക്കങ്ങളെല്ലാം ഉണ്ടാവും. കളി ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടുത്തിയോ? ഒരു കളി നിരാശപ്പെടുത്തിയില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല, എല്ലാം ഒരു ഗ്രൂപ്പാണ്. എന്തായാലും ആവേശ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ജനലക്ഷങ്ങൾ ആർത്തിരമ്പി ആവേശം കൊടുമുടിയിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ് കുറച്ചുപേരാണെങ്കിൽ പോലും ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. ആണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ബ്രസീൽ ആരാധകരുടെ ആ സങ്കടം അല്ലെങ്കിൽ നിരാശ, പക്ഷേ പ്രതീക്ഷയും പങ്കുവെച്ചുള്ള അവിടെ നിന്ന് ചേർന്നത്. അതായത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഇനിയാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ട സമയമാണ്. അവരുടെ ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ അവർ ഏറ്റവും നേരിടേണ്ടി വരുന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, പ്രധാന എതിരാളികൾ മൊറോക്കോ തന്നെയാണ്, നിലവിലെ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ. ഒപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകൾ. അവർക്കെതിരെ സമീപകാലത്ത് വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മൊറോക്കോ, അഷ്റഫ് ഹക്കീമി അടക്കമുള്ള ടീമുകൾ ഉള്ള മോഷ്മോർ അടക്കമുള്ള ടീമുള്ള ആ ടീമിനെതിരെ പുതിയ ബ്രസീലിന് ഒരു സമനില പോലും സത്യത്തിൽ സന്തോഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബ്രസീലിന്റെ ടീം പഴയ പാരമ്പര്യമോ കരുത്തോ അല്ലെങ്കിൽ പഴയ വീമ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ബ്രസീൽ ഒരു ട്രാൻസിഷൻ പാതയിലാണ്. സമീപകാലത്ത് അവർക്ക് ലോകകപ്പിന് യോഗ്യത നേടുമോ എന്ന് പോലും സംശയിച്ചതാണ്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ടീമിനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നു. പരിക്കാണ് പ്രധാന പ്രശ്നം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം നെയ്മാർ ജൂനിയർ, അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിൽ കളിക്കാനായില്ല. പക്ഷേ അടുത്ത മത്സരത്തിന് അദ്ദേഹം തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലെങ്കിലും ഉണ്ടാകുമോ എന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു താരം അയ്യൂബ് ബവോദിയാണ്. അദ്ദേഹം ഇത്തവണത്തെ ഈ മത്സരത്തിൽ മൊറോക്കോയ്ക്കായി അത്യുഗ്രം പ്രകടനമാണ് കാഴ്ചത്. 91% പാസ് അക്യുറസിയാണ്. അതായത് ആ മിഡിൽ നിന്ന് ഈ ലില്ലെ താരം വലിയ രീതിയിൽ ടീമിനെ ബ്രസീലിനെ പിടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ വലിയ നിരാശ ബ്രസീലിനെ സമ്മാനിച്ച താരമാണ്, അല്ലെങ്കിൽ ബ്രസീലിനെ തളച്ചത് ഈ ഒരു 18-കാരനാണ് ലോകകപ്പ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ. അങ്ങനെ ബ്രസീലിൻ്റെ നിരാശയാണ്, അവരുടെ തുടക്കം മോശമാണ്. അപ്പോൾ ഗുൾക്കാനോയുടെ ഈ പതിപ്പ്, അല്ലെങ്കിൽ ഈ ബ്രസീലിയൻ വാർത്തകളുമായി ബ്രസീലിൻ്റെ മത്സരത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക പതിപ്പിനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.